ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മുതൽ പുണ്യഭൂമിയിൽ ഔദ്യോഗികമായി തുടക്കമാകും. ഇന്ത്യയിൽ നിന്നും ഇത്തവണ 1,75,000-ഓളം തീർത്ഥാടകരാണ് ഹജ്ജ് നിർവഹിക്കാനായി എത്തുന്നത്. ഹജ്ജിന്റെ പ്രധാന ചടങ്ങുകൾക്കായി ഞായറാഴ്ച രാത്രി മുതൽ തന്നെ തീർത്ഥാടകരെ പ്രത്യേക ബസ് മാർഗം മിനായിലെ കൂടാര നഗരിയിലേക്ക് എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ തിങ്കളാഴ്ച ഉച്ചയോടെ മുഴുവൻ മലയാളി തീർത്ഥാടകരെയും മിനായിൽ പ്രവേശിപ്പിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും സുരക്ഷയും ഉറപ്പാക്കാൻ വിവിധ സർക്കാർ മേഖലകളിൽ നിന്നുമുള്ള ഔദ്യോഗിക വളണ്ടിയർ സംഘം സജീവമായിട്ടുണ്ട്. കൂടാതെ ഇത്തവണ പുരുഷ തുണയില്ലാത്ത ഹജ്ജിനെത്തിയ 5300 വനിതാ തീർത്ഥാടകർക്കായി നാട്ടിൽ നിന്നെത്തിയ വനിതാ വോളണ്ടിയർമാരുടെ പ്രത്യേക സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്. മക്കയിലെത്തിയ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ, കോൺസുലൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി എന്നിവർ മക്കയിലെ ഹജ്ജ് ക്യാമ്പുകളും ക്ലിനിക്കുകളും സന്ദർശിച്ച് ഒരുക്കങ്ങൾ നേരിട്ട് വിലയിരുത്തുകയും കർണാടക ഹജ്ജ് മന്ത്രി റഹീം ഖാനുമായി കൂടിക്കാഴ്ച നടത്തി മുന്നൊരുക്കങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. ഹൈപ്പർ അൽ വഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും.